Hello friends, I am Sini. Welcome to Sini's Green World. ഇത് കണ്ടിട്ട് ഒരു ഏർമാടം പോലെ തോന്നിക്കുന്നില്ലേ? 5 അടി ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഇത് ഏർമാടം അല്ല കേട്ടോ. ഇതൊരു ആട്ടിൻകൂട് പണിതിരിക്കുന്നതാണ് നമ്മുടെ വീട്ടില്. പുതിയതായിട്ട് ആട്ടിൻകൂട് പണിതാണ്. ഇത് 5 അടി ഹൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിലത്ത് നിന്ന് 5 അടി ഹൈറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഇത് 3 ഡിവിഷനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കമുകിൻ്റെ തടി കൊണ്ടും പിന്നെ പനയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ വീതി വന്നിട്ട് 15 അടി നീളവും 8 അടി വീതിയാണിത് ഈ കൂടിന്റെ വലിപ്പം. പിന്നെ ഈ കൂട് എന്താ പറയുക, എത്ര ഹൈറ്റ് ഉണ്ടാക്കാനായിട്ടൊരു കാരണമുണ്ട്. ഈ ആടുകൾ സേഫ് ആയിട്ടിരിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്ര ഹൈറ്റിൽ ഉണ്ടാക്കിയത്. മാത്രമല്ല, ആടുകൾക്ക് വർഷക്കാലത്തിൽ തണുപ്പടിക്കാതിരിക്കാനും അതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ മഴച്ചാറൽ കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ ആടുകൾക്ക് അധികം തണുപ്പടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു ഇതായിട്ടാണ് ഇത്രയും ഹൈറ്റിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആടുകൾ സേഫ് ആയിട്ടിരിക്കും ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതുപോലെ 3 ഡിവിഷനാണ്. ഒന്നില് നമുക്ക് മുട്ടനാടുകളെ ഇടാനായിട്ടും പിന്നെ ഒന്നില് പ്രസവിക്കാറായ ആടുകൾ ഇടാനായിട്ട്, പിന്നെ അടുത്തതിൽ ചെറിയ കുട്ടികളെ ഇടാനായിട്ട്, അങ്ങനെ വിചാരിച്ചിട്ടാണ് 3 ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൂടിൽ കൂടുതലും നമ്മൾ കമുക ഉപയോഗിച്ചിരിക്കണം കേട്ടോ. പന ഈ ഫ്ലോറിംഗ് ഒക്കെ പനയും കമുകും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ കമുകും പനയുടെ പ്രത്യേകത കമുകിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന പനയാണ്. കാരണം കൂടുതൽ നാരുകളുള്ളതുകൊണ്ട് അത് വർഷങ്ങളോളം നിൽക്കും. ഇപ്പൊ മേൽക്കൂരയും കൂടി ബാക്കിയുണ്ട്, അതും കൂടി ചെയ്യണം. ഇത് നല്ല ഹൈറ്റിലായതുകൊണ്ട് നമുക്കിത് ഇവിടെ നിന്ന് നോക്കി കാണാനൊക്കെ നല്ല രസമാണ്. ശരിക്കും ഒരു ഏർമാടത്തിന്റെ പ്രതീതി തന്നെയാണത്. ആട്ടിൻകൂടാണേലും എനിക്കൊക്കെ ചിലപ്പോൾ തോന്നുന്നത് ഒരു ഏർമാടം പോലെ എനിക്ക് തന്നെ തോന്നാറുണ്ട്. പിന്നെ ഇത് ഏകദേശം ഒരാഴ്ചയോളമാണിത് പണിയാനെടുത്തത്. പിന്നെ ഞാൻ ഇതെടുക്കാനായിട്ട് കാരണം ഈ കൂടിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ്. ഈ നല്ല ഒരു ആട്ടിൻകൂട് എന്നതിനേക്കാളുപരി വേറെ ഒരു ഫാം ഹൗസിൽ പണിയുന്ന ഒരു ഏർമാടം പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിപ്പം ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ട് ഇതുപോലെ കൂടുകൾ പണിയാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരു ഐഡിയ തരിക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, bye. Thank you. Thanks for watching.